ഇന്ന് നമുക്ക് ധാന്യക്കഞ്ഞി ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. കർക്കിടക മാസത്തിലെ വീടുകളിലൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു കർക്കിടക കഞ്ഞിയാണിത്. പേര് പോലെ തന്നെ ധാന്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുതിര നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ മുൻപെങ്കിലും കുതിർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കടലയും കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വേവുള്ളത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ സമയം മുമ്പേ തന്നെ വെച്ചത്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ അളവിന് ചെറുപയർ ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റാഗി ചേർക്കാം. തുവരപ്പരിപ്പ് ചേർക്കണം. ഇതേ അളവിന് തന്നെ കറുത്ത എള്ളും ചേർക്കണം. ഇപ്പൊ എടുത്ത എല്ലാതും സെയിം അളവ് തന്നെയാണ്. ഇനി ഞവര അരിയാണ് വേണ്ടത്. അപ്പൊ അരി അരക്കപ്പ് അളവിന് എടുത്തിട്ടുണ്ട്. ഇതും ചേർത്ത് കൊടുക്കാം. ഇതല്ലാതെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഗോതമ്പ് അല്ലെങ്കിൽ വെള്ളപ്പയർ, ഉഴുന്ന് ഒക്കെ വേണേലും ഓപ്ഷണലായിട്ട് ചേർക്കാം കേട്ടോ. അതൊക്കെ നവധാന്യങ്ങളിൽ പെടുന്നതാണ്. ഉഴുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ കറുത്ത തൊലിയുള്ള ഉഴുന്ന് എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ ധാന്യങ്ങളൊക്കെ നല്ലപോലെ കഴുകിയിട്ട് നല്ല വെള്ളം തന്നെ ചേർത്തിട്ട് കുറഞ്ഞത് ഒരു 2 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. ഇപ്പൊ എല്ലാതും പാകത്തിന് കുതിർന്നിട്ടുണ്ട്. ഇനി ആദ്യം കടലയും മുതിരയും പകുതി വേവിക്കണം. അപ്പൊ ഇത് രണ്ടും നമുക്ക് കുക്കറിലേക്ക് മാറ്റിയിട്ട് 2 കപ്പ് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ആദ്യം ഒരു 3 വിസിലിനാണ് ഇത് വേവിച്ചത്. ഇതിൽ കടലയൊക്കെ പകുതി വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുതിർത്ത് വെച്ച ചേരുവകളൊക്കെ ആ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. കഞ്ഞിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെള്ളം മതിയാവില്ല. ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 4 വിസിലിന് വേവിച്ചെടുക്കാം. ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും, ഒരു ചെറിയുള്ളിയും, 1 ടീസ്പൂൺ ജീരകവും, പിന്നെ ഒരു 5-6 മുഴുവനോടുള്ള കുരുമുളകും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അരയണ്ട, ഇതുപോലെ ചതച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് പനശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി ഉരുക്കി വയ്ക്കണം. ഇതില്ലെങ്കിൽ സാദാ ശർക്കര ഉരുക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഇതൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ കരിപ്പെട്ടി നീര് ചേർക്കാം. ഇത് ഇഷ്ടമുള്ള പോലെ കുറച്ച് കൂടുതൽ വേണേലും ചേർക്കാം കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുള്ള ചേർത്താൽ മതി. അതുപോലെ ടേസ്റ്റ് നോക്കിയിട്ട് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 2 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കാം. എള്ളും ഉലുവയും ധാന്യങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ഹെൽത്ത് മിക്സാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോലും നമുക്കിത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ തിളച്ചിട്ട് തീ കുറച്ച് വെക്കണം. എന്നിട്ട് 1/4 കപ്പ് തേങ്ങാപ്പാലും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അധികം തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ നെയ്യിൽ 5-6 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്തിട്ട് ഇളം ഗോൾഡൻ കളറിൽ മൂപ്പിച്ചെടുക്കണം. ഈ ഉള്ളിയും കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അപ്പൊ തന്നെ മിക്സ് ചെയ്യേണ്ട, കുക്കറും മൂടി വെച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ കർക്കിടക ഞവരക്കഞ്ഞി അല്ലെങ്കിൽ ധാന്യക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.